ആന്റണി പെരുമ്പാവൂർ ഈ പേര് ഒരിക്കലും മലയാളികൾ മറക്കത്തില്ല. എന്നേക്കുമായിട്ട് ഓർത്തിരിക്കുന്ന ഒരു പേര് തന്നെയാണ്. കാരണം മോഹൻലാൽ അമൃതയിൽ പണ്ടൊരു ഇന്റർവ്യൂ പറഞ്ഞു, മോഹൻലാലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ മോഹൻലാൽ അമ്മ, ഭാര്യ, ഇതിനൊക്കെ മുകളിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട് ആന്റണി പെരുമ്പാവൂർ. ഒരു ഡ്രൈവർ എന്നുള്ള രീതി തുടങ്ങി ഇന്ന് മലയാള സിനിമയിലെ ഏറ്റവും വലിയ നിർമ്മാതാവ്, സംശയമില്ലാതെ പറയാം, ഏറ്റവും മിടുക്കനായിട്ടുള്ള നിർമ്മാതാവ് നമുക്ക് ഉറപ്പിച്ച് പറയാം ആന്റണി പെരുമ്പാവൂർ. കാരണം മമ്മൂട്ടി ഫാൻസുകാർ പോലും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആന്റണി പെരുമ്പാവൂരിനെ പോലൊരു നിർമ്മാതാവിനെ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ, ദൈവമേ, തിയേറ്ററിലൊക്കെ ഹോൾഡ് ചെയ്യുന്ന കപ്പാസിറ്റിയും ഈ പറഞ്ഞ പോലെ ഒരു സിനിമയെ മാർക്കറ്റ് ചെയ്യുന്ന രീതിയും ആന്റണി പെരുമ്പാവൂർ അല്ലെങ്കിൽ ആശീർവാദ് ഫിലിംസ് ആണെങ്കിൽ പിന്നെ സിനിമ ഒരു ആവറേജ് സിനിമയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഈ അടുത്തിടയിൽ ഇറങ്ങിയ നേര് പോലൊരു ആവറേജ് സിനിമയെ പോലും 80 കോടിക്ക് മുകളിൽ കൊണ്ടുപോകാനുള്ള കഴിവ് ഒരേ ഒരു പ്രൊഡ്യൂസറിനെ ഇന്ന് കേരളത്തിലുള്ളൂ, അത് ആന്റണി പെരുമ്പാവൂരാണ്. ഇത് ഇന്ന് പറയാനുള്ള പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം എക്സിനകത്ത്, നമ്മുടെ ട്വിറ്ററിനകത്ത് മോഹൻലാലിൻ്റെ ഫാൻസുമായിട്ട് മോഹൻലാലിൻ്റെ ഇഷ്ടപ്പെടുന്നവരുമായിട്ടതൊക്കെ ഇദ്ദേഹം ഒരു സംവാദം ഉണ്ടായി. അതിനകത്ത് സംസാരിക്കുമ്പം ഇദ്ദേഹം വളരെ കാര്യമായിട്ട് കുറേ കാര്യം പറഞ്ഞു. തൃശ്ശൂർ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ രാഗം തിയേറ്റർ ഉടമ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു, ഇനി മുതലൊന്നും ഫാൻ ഷോ ഒന്നും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. അന്നേരം ദൃശ്യം അവിടെ കളിക്കാനിരുന്ന സിനിമയാണ്, ഫാൻ ഷോ ഉൾപ്പെടെ. അന്നേരം അഡ്വാൻസ്, അതായത് ആന്റണി പെരുമ്പാവൂർ വളരെ ഓപ്പണായിട്ടാണ് പറയുന്നത്, നമ്മുടെ കുട്ടികൾക്ക് അവിടെ ഫാൻ ഷോ ഇല്ലെങ്കിൽ എൻ്റെ പടം അവിടെ കളിക്കണ്ട, അല്ലെങ്കിൽ ഫാൻ ഷോ അവിടെ വേണ്ട എന്ന് പറഞ്ഞ് മേടിച്ച അഡ്വാൻസ് തിരിച്ചു കൊടുക്കാനുള്ള ആണത്തം കാണിക്കുന്ന ഒരേ ഒരു പ്രൊഡ്യൂസർ നമുക്ക് പറയാം, അത് ആന്റണി പെരുമ്പാവൂരാണ്. നല്ല അടിപൊളിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഇത് ഇനി ഭാവിയിൽ മമ്മൂട്ടി കമ്പനി ആയാലും വേഫെയർ ഫിലിംസ് ആണെങ്കിലും ഏതാണെങ്കിലും ഈ ആരാധകരെന്ന് പറയുന്നത് ചത്ത് കിടക്കുക, അവർക്ക് പൈസ കിട്ടുമൊന്നുമില്ല, അവർ ചത്ത് കിടക്കുന്നത് ആ നടനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും. അവരെയൂടെ നമ്മൾ തൃപ്തിപ്പെടണം, അതിന് മാക്സിമം ശ്രമിക്കുന്ന ഒരാളാണ്. മോഹൻലാലിൻ്റെ ഇഷ്ടത്തിന് അതുക്കും മേലെ 100 മടങ്ങ് ജീവനായിട്ട് മോഹൻലാലിനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് ആന്റണി പെരുമ്പാവൂർ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ചിലപ്പം സിനിമകൾ പരാജയപ്പെട്ടെന്ന് പറഞ്ഞാൽ ആന്റണി ഒരിക്കലും പരാജയപ്പെടുന്നില്ല, ആന്റണിയുടെ മനസ്സും പരാജയപ്പെടുന്നില്ല. വീണ്ടും ഗംഭീര പ്രൊജക്റ്റുകൾ കൊണ്ടുവരും. നമുക്ക് ഈ കഴിഞ്ഞൊരു 10 കൊല്ലം എടുത്തു നോക്കിയാൽ മോഹൻലാലിൻ്റെ പരാജയ ചിത്രങ്ങൾ ഒരുപാടുണ്ട്, പക്ഷേ ഉള്ള വിജയചിത്രങ്ങളെല്ലാം ഗംഭീര വിജയചിത്രങ്ങളാണ്. അത് ആന്റണി പെരുമ്പാവൂരിൻ്റെ ഒരു ശക്തിയോടാണ്. കാരണം അങ്ങനെയുള്ള ചില പടങ്ങളെല്ലാം എടുക്കുന്നു, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതി എല്ലാം കണ്ടുപിടിക്കേണ്ടതാണ്. മലയാള സിനിമ മാത്രമല്ല, ഇന്ത്യൻ സിനിമ കണ്ടുപിടിക്കേണ്ടതാണ്. മലയാള സിനിമയിൽ തന്നെ ഇന്ത്യൻ സിനിമയിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഒക്കെ ആയിട്ട് അമേരിക്കയിലും ബാക്കിയുള്ളിടത്തും എല്ലാം പല രീതിയിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും ചെയ്തു കഴിഞ്ഞു. തൃശ്ശൂർ രാഗം പോലുള്ള തിയേറ്ററുകാർക്ക് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പും താക്കീതുമാണ് ഫാൻസുകാരെ സ്നേഹിക്കുന്ന, ലാൽ ഫാൻസുകാരെ സ്നേഹിക്കുന്ന ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന ഒരു ഒറ്റക്കൊമ്പൻ. കണ്ടുപിടിക്കണം ബാക്കിയുള്ള പ്രൊഡ്യൂസർമാർ.